ഈ ഒരു 1 ഇയർ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അപ്പോൾ ആദ്യം മന്ത് വൈസ് ആയിട്ട് കവർ ചെയ്യുക, റിവൈസ് ചെയ്യുമ്പോൾ ടോപ്പിക് വൈസ് ആയിട്ട് റിവൈസ് ചെയ്യുക. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു, അതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും, അതായത് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി അപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞു, ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് അല്ലേ. തീർച്ചയായിട്ടും പ്രിപ്പറേഷൻ സ്റ്റേജ് ആണ് അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യ ഘട്ടം അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓഫ് കോഴ്സ് RRB പോലൊരു എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഘട്ടം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ് അല്ലേ. നമ്മൾ ഏത് സോൺ സെലക്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മൾ ഏത് ബ്രാഞ്ചസിന് പ്രിഫറൻസ് കൊടുക്കുന്നു തുടങ്ങിയ ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ്, നമ്മുടെ രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുകയാണ് അല്ലേ. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ്. ഈ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് അൾട്ടിമേറ്റ്ലി ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന ആ ഒരു വലിയ സ്വപ്നത്തിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് എനിക്കറിയാം. അപ്പോൾ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിട്ടുള്ളത് ഈ CBT 1 എന്ന് പറയുന്ന എക്സാമാണ്. CBT 1 എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഈ CBT 1 ഞാൻ മുമ്പ് പല വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. CBT 1 എക്സാം എന്ന് പറയുന്നത് കേവലം ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് മാത്രം നിങ്ങൾ കാണരുത്. അപ്പോൾ അതിൽ ആ ഒരു സ്ക്രീനിങ് ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അറ്റൻഡ് ചെയ്യുന്നത് ആ ഒരു സെക്ഷൻ ആയിരിക്കും. അത് ക്ലിയർ ചെയ്ത ആളുകൾ മാത്രമായിരിക്കും CBT 2 എന്ത് ചെയ്യുന്നുണ്ടാവുക, അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും അവിടെ നമ്പേഴ്സ് കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് RRB JEയുടെ വേക്കൻസീസ് മുൻ വർഷങ്ങളിനേക്കാൾ കുറവായതുകൊണ്ട് തന്നെ. അപ്പോൾ ഓരോ ടോപ്പിക്കും എന്താണ് ഇത്തവണ ക്രൂഷ്യലായിട്ട് മാറുകയാണ്. ഇപ്പോൾ ജനറൽ ഇൻ്റലിജൻസ് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും അതേപോലെ തന്നെ ജനറൽ അവയർനെസ് ആണെങ്കിലും എല്ലാ ടോപ്പിക്കുകളും, സയൻസ് ആണെങ്കിലും എല്ലാം എന്താണ് വളരെ ക്രൂഷ്യലായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് കറണ്ട് അഫയേഴ്സ് എന്ന്. ഇതൊരു സബ്ജക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഈ ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് പല ആളുകൾക്കും എന്താണ് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ ഇത് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്ത് പഠിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ വളരെ ബ്രീഫായിട്ട് പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കറണ്ട് അഫയേഴ്സിൻ്റെ അത് പഠിക്കുന്ന ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ന്യൂസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പേപ്പേഴ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ആ ഒരു കണ്ടിന്യൂസ് സ്റ്റേജസിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് വരുന്ന ആ ഒരു രീതിയാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. കാരണം ഡെയിലി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ന്യൂസ് കാണുകയാണ്, അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നിന്ന് പ്രധാനപ്പെട്ട നോട്ട്സൊക്കെ എഴുതി വെച്ചുകൊണ്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ജേണിയിൽ തന്നെയാണ് നമ്മളത് പഠിച്ചെടുക്കുന്നത്. പക്ഷേ ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. ന്യൂസ് പേപ്പേഴ്സ് വായിക്കാറുണ്ടാവില്ല, ന്യൂസ് നോട്ട് ചെയ്യുന്നവരുണ്ടാവില്ല. പക്ഷേ എനിവേ അതൊന്നും ഇഷ്യൂസ് അല്ല. അപ്പം നമ്മൾ എല്ലാ ആളുകളൊന്നും അങ്ങനെ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഈ കറണ്ട് അഫയേഴ്സിലെ ടോപ്പിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് ഏരിയ, ഇത് എവിടെയാണ് ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണ് വരിക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും. പക്ഷേ ഇതിനെ നമ്മളൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ചില ഏരിയകളിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യാറുണ്ട്, റെഗുലറായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ, ഇപ്പോൾ പുതിയ വന്ദേ ഭാരതിനെ കുറിച്ചും അതേപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള പുതിയ പുതിയ ട്രെയിൻസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കീംസ്, ഗവൺമെൻറ് സ്കീംസുകൾ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത്തരം ന്യൂസുകൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ന്യൂസുകളല്ല നമ്മൾ കാണേണ്ടത്, നമ്മൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഏരിയകൾ. ഇപ്പോൾ അതേപോലെ മറ്റൊരു ഏരിയയാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ISRO റിലേറ്റഡ് ആയിട്ടുള്ള VSIC ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മിസൈൽ ലോഞ്ചുകൾ, അതേപോലെ പുതിയ കണ്ടെത്തലുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോയിൻമെൻറ്റ്സ്, അതായത് ഇന്ത്യയുടെ പുതുതായിട്ട് വരുന്ന CM, ചീഫ് മിനിസ്റ്റേഴ്സ്, അതേപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതേപോലെ തന്നെ അങ്ങനെ ആ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. അതിൻ്റെ അപ്പോയിൻമെൻറ്റ്സ്, അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്, ഒരുപാട് അവാർഡ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നാഷണൽ ലെവലിലാണെങ്കിലും ഇൻ്റർനാഷണൽ ലെവലിലാണെങ്കിലുള്ള ഒരുപാട് അവാർഡ്സുകൾ. അതേപോലെ സ്പോർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെയിൽവേയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് സ്പോർട്സ് എന്ന് പറയുന്നത്. ഓരോ ഇവൻറ്റ്സുകൾ ഉണ്ടാവില്ല, മേജർ ടൂർണമെൻറ്റ്സ്, ഇപ്പോൾ ഒളിമ്പിക്സ്, വേൾഡ് കപ്പ്, അങ്ങനെയൊക്കെയുള്ള ടൂർണമെൻറ്റ്സുകൾ. അതേപോലെ ബഡ്ജറ്റ് ആൻഡ് എക്കണോമി, അതേപോലെ ബുക്സ് ആൻഡ് ഓതേഴ്സ്. ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ഏരിയയാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരുപാട് എന്താ പറയുക, ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേസിൽ നോക്കുകയാണെങ്കിൽ ന്യൂ ട്രെയിൻസ്, മേജർ റെയിൽവേ പ്രൊജക്റ്റുകൾ, പുതിയ സോണ് ഡിവിഷൻസുകൾ, അതേപോലെ സ്റ്റേഷൻ റീനെയിമിങ്ങുകൾ, റെയിൽവേ ബഡ്ജറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ടാവും. ഇനി ഗവൺമെൻറ് സ്കീംസ് ആണെങ്കിൽ ഒരുപാട് യോജനകൾ ഉണ്ടാവാറുണ്ടല്ലേ. യോജന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിസാൻ യോജന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള എന്താണ് ഗവൺമെൻറ്
ഗവൺമെൻറ് പ്രോഗ്രാമുകൾ PM കിസാൻ, ആയുഷ്മാൻ ഭാരത്, അതേപോലെ ഉജ്വല തുടങ്ങിയ ഒരുപാട് ഇത്തരം സ്കീംസുകളുണ്ട്, ഗവൺമെൻറ് സ്കീംസുകൾ. അപ്പോൾ അത് ഒരുപാട് എക്സാംസിന് റിപ്പീറ്റഡ് ആയിട്ട് വരലുണ്ട്. പിന്നെ ISROൻ്റെ മിഷൻസുകൾ, ഗഗൻയാൻ, ചന്ദ്രയാൻ, ആദിത്യ, അങ്ങനെയൊക്കെയുള്ള മിഷൻസുകൾ DRDO വരാറുണ്ട്. ഇനി അപ്പോയിൻമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ CM, ഗവർണർ, ചീഫ് ജസ്റ്റിസ്, RBI, സെബി, നീതി ആയോഗ്, ഹെഡ്സ് ഓഫ് മേജർ ഗ്ലോബൽ ബോഡീസ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകൾ, അപ്പോയിൻമെൻറ്റ്സുകൾ. ദെൻ അവാർഡ്സുകൾ, പത്മ അവാർഡ്, ഭാരത് രത്ന, നോബൽ പ്രൈസ്, ഗേൽ രത്ന, അർജുന അവാർഡ്, മേജർ ലിറ്ററേച്ചർ അവാർഡ്സ്, അത്തരം കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. സ്പോർട്സിലാണെങ്കിൽ മേജർ ടൂർണമെന്റ്സ്, ഇപ്പോൾ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വുമൻസ് വേൾഡ് കപ്പ് ഒക്കെ ഇന്ത്യ വിൻ ചെയ്ത ഒരു വേൾഡ് കപ്പ് അല്ലേ, അപ്പോൾ അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ പ്രതീക്ഷിക്കാം. ഇന്ത്യൻ മെഡൽ വിന്നേഴ്സ്, അപ്കമിംഗ് ഇവന്റ് വെന്യൂസുകൾ, അതേപോലെ ബഡ്ജറ്റ് ആൻഡ് എക്കണോമി, ബുക്സ് ആൻഡ് ഓതേഴ്സ്. ഇത്തരം ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, റെയിൽവേ എക്സാംസുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആണ്. ഇനി ഇവിടെ നമ്മൾ എവിടെ മുതൽ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ് അടുത്ത കൺഫ്യൂഷൻ. അതായത് നമ്മൾ ഈ ടോപ്പിക്കുകൾ എവിടെ മുതൽ പഠിച്ചു തുടങ്ങും എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ലാസ്റ്റ് 6 month ആണ് ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ കവർ ചെയ്യേണ്ടത്. ലാസ്റ്റ് 6 month ആണ് ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ കവർ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷന് മുന്നേ ഉള്ള 6 മാസങ്ങൾ. ആ 6 മാസങ്ങൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ അതിന് മുന്നേ ഉള്ള 6 മാസങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ. ഒരു 1 yearനുള്ളിലുള്ള ടോപ്പിക്കുകളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കവർ ചെയ്യണം. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഓൾറെഡി എന്താണ്, നമുക്ക് ആ ടോപ്പിക്കുകളെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നത്, നിങ്ങൾക്ക് മന്ത്ലി ആയിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോമുകളും അതേപോലെ ഒരുപാട് ലേഖനങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത്തരം മെറ്റീരിയൽസുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു മാസത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് മന്ത്ലി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ കഴിഞ്ഞ ഓരോ മാസങ്ങൾ എടുത്തിട്ട് ആ മന്ത്ലി സംഭവിച്ചിട്ടുള്ള ഇത്തരം ഇവൻറ്റ്സ് ഞാൻ ഇവിടെ പറഞ്ഞ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് മന്ത്ലിയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ മന്ത് വൈസ് ആയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യുക, ടോപ്പിക് വൈസ് ആയിട്ട് റിവൈസ് ചെയ്യുക. നമ്മൾ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ വലിയ പ്രത്യേകത എന്താണ്, നമ്മൾ ഈ ടോപ്പിക്ക് പഠിച്ചു തുടങ്ങും, അതൊരു സൈഡിൽ നിന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ മറ്റേ സൈഡിൽ നിന്ന് മറന്നു പോകാനും തുടങ്ങും അല്ലേ. ഇത്തരം ടോപ്പിക്കുകൾ മറന്നു പോകുക എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമാണ്. അത് നിങ്ങൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. മറവിക്കുള്ള ഒരു മറുമരുന്ന് എന്ന് പറയുന്നത് റിവിഷനാണ്. സോ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ആക്റ്റീവ് ആയിട്ടുള്ള റിവിഷൻ സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സിന് വേണ്ടി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുന്ന രീതിയിലല്ല പഠിക്കേണ്ടത്. നിങ്ങൾ ആ ഒരു ഇൻസിഡൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഇൻസിഡൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ വളരെ ഇൻഡെപ്ത് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഈ എക്സാമിനേഷനിൽ കറണ്ട് അഫയേഴ്സ് പോലുള്ളൊരു ടോപ്പിക്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരാൾക്കും ഇത് ക്രാക്ക് ചെയ്യാൻ കഴിയില്ല. ഓരോ ടോപ്പിക്കും ഈ എക്സാംസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിനൊക്കെ മാക്സിമം സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ആ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാത്സിലും ആപ്റ്റിറ്റ്യൂഡിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസുകൾക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. കാരണം ഇവിടെ നമുക്ക് ആൻസേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ ക്യുക്കായിട്ട് കിട്ടും, പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റ്യൻസുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സോ കറണ്ട് അഫയേഴ്സ് എവിടെ മുതൽ പഠിച്ചു തുടങ്ങണം എന്നുള്ള ഒരുപാട് പേരുടെ സംശയമാണ്. അപ്പോൾ മിനിമം ഒരു 6 മുതൽ 1 year വരെയാണ് നമ്മൾ പറയാറുള്ളത്. സോ അതിന് മുന്നേയുള്ള ചില ക്വസ്റ്റ്യൻസുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു 1 year നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അപ്പോൾ ആദ്യം മന്ത് വൈസ് ആയിട്ട് കവർ ചെയ്യുക, റിവൈസ് ചെയ്യുമ്പോൾ ടോപ്പിക് വൈസ് ആയിട്ട് റിവൈസ് ചെയ്യുക. സോ ആ രീതിയിലൊക്കെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സിലെ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ RRB JEE പ്രിപ്പറേഷൻ ഏറ്റവും മികച്ച രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് RRB JEE എക്സാം ക്ലിയർ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ ഒരു ആവേശത്തിന് പുറത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിൽ ടു സെറ്റ് ആയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഓരോന്നും കീറി മുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, RRB ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന സ്വപ്നം നിങ്ങൾക്ക് സഫലീകരിക്കാം. അപ്പോൾ എൻട്രി കഴിഞ്ഞ പ്രാവശ്യം 25-ലധികം ഉദ്യോഗാർത്ഥികളെ RRB ജൂനിയർ എഞ്ചിനീയേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അടുത്ത ഉയരം നിങ്ങളുടേതാണ്. അപ്പോൾ എൻട്രിയുടെ RRB JEE ബാച്ചിൽ, അത് നിങ്ങൾ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഏത് ബ്രാഞ്ചിലെ ഉദ്യോഗാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് എൻട്രിയുടെ RRB JEE ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻട്രിയുടെ RRB JEE ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം 25-ലധികം റിസൾട്ടുകളാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തവണ അതിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളെ നമ്മൾ എന്ത് ചെയ്യും, RRB JEE മാരാക്കി മാറ്റാനുള്ള ആ ഒരു തീവ്ര ശ്രമത്തിൽ തന്നെയാണ് എൻട്രിയുടെ ടീം ഉള്ളത്. അപ്പോൾ എൻട്രിയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള RRB JEE ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.